ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചിങ്ങൻ യൂട്യൂബ് ചാനൽ. ചിങ്ങൻ യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. കാരണം അമ്മയ്ക്ക് ചെറിയ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു ചെവിയിലാണ്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് റെസ്റ്റാണ് 2-3 ദിവസത്തേക്ക്. അപ്പോൾ എനിക്ക് ഇനി എൻ്റെ രീതിയിലുള്ള ചെറിയ പരീക്ഷണമൊക്കെ എനിക്ക് നടത്തണം. അപ്പോൾ ഞാൻ ഇതുവരെയും വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വയ്ക്കുകയാണ്. അമ്മയത്തെ ഇങ്ങനെ പറഞ്ഞു പറ്റുമോ എന്തോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു തരാനും കൂട്ടാക്കണില്ല. കാരണം അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും വയ്യാത്രയ്ക്ക് നല്ല ചെവി വേദന അങ്ങനെ. അപ്പോൾ എനിക്കിനി ചിക്കൻ കറി വയ്ക്കണം. പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കണം. അപ്പോൾ 2-3 ദിവസത്തേക്ക് എനിക്ക് തന്നെയാണ് ജോലി കേട്ടോ. പിന്നെ എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, എനിക്കും അവനും ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി വെച്ചാൽ നാളെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം. പിന്നെ നമുക്ക് കൊണ്ടുപോവേ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് കൊണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അമ്മയ്ക്ക് ചായയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. ഇവിടെ ഞാൻ ചായ കുടിക്കാറില്ല, പിന്നെ എൻ്റെ അനിയനും ചായ കുടിക്കാറില്ല. അപ്പോൾ അമ്മയ്ക്ക് മാത്രമായിട്ടാണ് ഞാൻ ചായ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ഇതാ ചായ ഒഴിച്ചുകൊണ്ട് കൊടുക്കാൻ പോയി. ഇനി അമ്മയ്ക്ക് മേല് കഴുകണം. അപ്പോൾ നല്ല ചൂടുവെള്ളം ആക്കാൻ വേണ്ടി വെള്ളം പിടിക്കുകയാണ് കേട്ടോ. ചൂടുവെള്ളത്തിൽ കുളിച്ച് നല്ല ആശ്വാസം കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചൂടുവെള്ളമാക്കി. പിന്നെ കുഞ്ഞയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ബിരിയാണി വെച്ചായിരുന്നു അവരുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ അനിയൻ്റെ കയ്യിൽ കുറച്ച് ബിരിയാണിയും ചിക്കൻ കറിയും കൊടുത്തിട്ട്, അപ്പോൾ അമ്മ മേലെ കഴുകിയിട്ട് വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ആ ബിരിയാണി കുറച്ചെടുത്തത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പണി ഞാൻ തുടങ്ങാൻ പോവേണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പുട്ടാണ് അവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ അനിയനും കൂടെ വന്നിട്ടുണ്ട്. അവൻ എനിക്ക് തേങ്ങയൊക്കെ ചിരുകി തരികയാണ് കേട്ടോ. അപ്പോൾ അവൻ ഇവിടെ നിന്ന് തേങ്ങ തിരുവണോണ്ട് വീഡിയോ എടുക്കണം കണ്ടുകൊണ്ട് അവൻ ക്യാമറയിൽ നിന്ന് മാറിപ്പോവേണ് കേട്ടോ. അപ്പോൾ അവൻ എനിക്ക് തേങ്ങയൊക്കെ തിരികെ തന്ന് ഞാൻ പെട്ടെന്ന് പുട്ട് അഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ട് അഴിച്ച് കഴിഞ്ഞ ഉടനെ എനിക്കിനി അടുത്ത പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പുട്ട് റെഡിയാക്കാൻ നോക്കിയാണ് കേട്ടോ. അവൻ തേങ്ങ തിരികെ തന്നാൽ നല്ല പെട്ടെന്നല്ല ഫാസ്റ്റായിട്ട് എല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുട്ടൂറ്റിയിൽ ഫുള്ള് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, തേങ്ങയും മാവൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിമാവായതുകൊണ്ടേ ഇത് ആണെങ്കിൽ നല്ല വെന്ത് വരുമ്പോൾ ആവി വരുമ്പോൾ ഉണ്ടല്ലോ ഈ പുട്ടിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം പൊങ്ങി വരും. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വരണില്ല കേട്ടോ. അപ്പോൾ അതാ പുട്ടിവിടെ ആവിയൊക്കെ വന്ന് അങ്ങനെ അത് റെഡിയായി കേട്ടോ. പിന്നെ ഞാൻ പുട്ട് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പുട്ടാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് വരത്തില്ല കേട്ടോ. ഇതേ കണക്ക് ഇങ്ങനെ പൊടിഞ്ഞോ എന്ത് കാര്യമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടെ. ഇന്ന് ഞാൻ മാവ് നനച്ചുകൊണ്ടാണോ എന്തോ എൻ്റെ പുട്ടിങ്ങനെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടി വെള്ളമില്ലായിരുന്നു. അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഇവിടെ ഇരുട്ട് ഒന്നും കാണാൻ പോലും വയ്യ, വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ എനിക്കും എൻ്റെ അനിയനും പഠിക്കാൻ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി വെള്ളത്തിയിട്ടായിരുന്നു, ദോശയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ അത് ആണ് ആട്ടി വെച്ച്. പിന്നെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ചിക്കൻ കറി വയ്ക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയെടുത്ത് ഇനി എനിക്ക് അടുത്തത് ഉള്ളി തൊലിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അത് കഴുകി അരിയണം കേട്ടോ. അപ്പോൾ അതും ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറി വെക്കണതാണ് കേട്ടോ. അതിന് എന്ത് രമണ എന്തോ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് വയ്ക്കാനൊന്നും അറിയത്തില്ല. ഞാൻ ഏതായാലും തുടങ്ങാൻ പോവേണ് കേട്ടോ. അപ്പോൾ നല്ലതായി എണ്ണ വെച്ചതാ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം എടുത്തിടാം. ഈ അത് കുറച്ച് കിട്ടും. 1
ബ്രൗൺ കളറായി അതിൻ്റെ നല്ല രീതിക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഉള്ളി വാടിയൊന്നും തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ വാടണം കേട്ടോ. നല്ല ബ്രൗൺ കളറാവണം. അമ്മ വയ്ക്കണ കണ്ടിട്ടുള്ള രീതിയിലൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത്. എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനത് ഉള്ളി നല്ല രീതിക്ക് ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട്. ഇനി ഞാനത് കുറച്ച് ഉപ്പിട്ടെടുക്കുകയാണ് കേട്ടോ. ഉപ്പിതൊന്നും പോലെയാണെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് കുറച്ച് ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ തീ കൂട്ടി വെച്ചപ്പം കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഈ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് ഉള്ളി വാടുമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ഉള്ളിയും കൂടിയൊക്കെ വാടമുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ വാടി വരുമ്പോൾ മറ്റത് കരിഞ്ഞു വേണമെന്ന് തോന്നും. അപ്പോൾ നോക്കാം. ഇനി നമുക്ക് മസാലയൊക്കെയാണ് ഇടാനുള്ളത് കേട്ടോ. അതാണ് എനിക്ക് പേടി. എന്തിനൊക്കെ വേണോ എന്തോ, കൂടിപ്പോയി കുറഞ്ഞ എല്ലാം ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ ഫുള്ള് വാടിയിട്ടുണ്ട് കേട്ടോ. വാടിയപ്പോൾ ഉത്തിപ്പുളിയേ ഉള്ളു കേട്ടോ. അപ്പം ഞാനത് മസാലയൊക്കെ ഇടാൻ പോവേനെ. അപ്പം ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പം തൽക്കാലം ഞാൻ 3 സ്പൂൺ മുളക് പൊടി ഇടുന്നു കേട്ടോ. നമുക്ക് നോക്കാം. 3 സ്പൂൺ മുളക് പൊടി ഇട്ട് ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു കേട്ടോ. ഇതാരും ട്രൈ ചെയ്ത് നോക്കിയൊന്നും വേണ്ട കേട്ടോ. ഇത് ഞാൻ റെഡി ആയിട്ട് ഞാൻ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് മസാലപ്പൊടി നമുക്ക് തോന്നിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസാലപ്പൊടിയിലെങ്കിലും നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതും ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അയ്യോ, അപ്പോൾ നമ്മളെ മസാലയിലൊക്കെ ഉള്ളിയിലൊക്കെ നമ്മളെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തില്ല ഇടാം കേട്ടോ. അങ്ങനെ ചിക്കൻ ഇട്ടേട്ടാ. ഇനി ഇത് ഞാൻ മിക്സ് ഈ ചിക്കനിൽ ഈ മസാല പിടിക്കണം. അപ്പം നമ്മളെ മസാലയൊക്കെ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കനിൽ ഫുള്ള് പിടിക്കുമെന്തോ. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം വീട്ടാൻ പോവേണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വേവാനായിട്ട് കുറച്ച് വെള്ളം വീട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളെ ചിക്കൻ കറി എങ്ങനെയായിരുന്നു നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ചിക്കൻ വെന്ത് വരണതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെയൊക്കെ അവിടെ നിന്ന് വേവിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എനിക്കിതാ ഇവിടെ കിച്ചൺ ഇനി ഒതുക്കണം കേട്ടോ. കാരണം ഞാൻ എല്ലാം കുക്ക് ചെയ്തൊക്കെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് പാത്രവും വേസ്റ്റൊക്കെ ആയി. ഇനി അതെനിക്ക് ക്ലീൻ ആക്കണം. അപ്പോൾ അതും കൂടി ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഇതും ഏകദേശം എല്ലാം ഫുള്ളാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം വാങ്ങി പറയാം. കാരണം ഇത് തുറന്നപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. സംഭവം ഇത് സക്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത് കണ്ടിട്ട് അമ്മ ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്ന ആ രീതിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചിക്കൻ കറി സക്സസ് ആവുമെന്നാണ് എനിക്ക് ഉറപ്പുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ആകട്ടെ. അപ്പോഴത്തേക്ക് അത് വെന്ത് എല്ലാം റെഡിയാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായ എൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച കണക്കൊന്നുമല്ല, എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ റെഡിയായി. ഇനി അടുത്ത് ഉപ്പൊക്കെ ഞാൻ നോക്കി കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ്. അപ്പോൾ ഞാൻ ഉപ്പൊന്നും പിന്നെ ഇട്ടില്ല, കറക്റ്റ് ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡിയായ കൂട്ടത്തിൽ തന്നെ എൻ്റെ കിച്ചണും ഞാൻ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത എന്തെന്ന് വെച്ചാൽ ഇതിനി കഴിക്കുക എന്നുള്ള പരിപാടിയാണ് എനിക്കുള്ളത് കേട്ടോ. അപ്പം അതും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇനി എനിക്ക് പാത്രത്തെ എടുത്ത് ഞാൻ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് പുട്ട് മതി കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണം എടുക്കുകയാണ് കേട്ടോ, കഷ്ണം അരപ്പ് എടുക്കുകയാണ്. നല്ല മണമുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ അതെടുത്ത് ഇനി കഴിക്കട്ടെ. നന്നായിട്ട് ചിക്കൻ കറി വയ്ക്കുമെന്ന് അറിയാൻ പറ്റില്ല, ഇപ്പോഴാണ് ഞാൻ അറിയണ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ഈ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബെല്ല് വരുന്നുണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതെല്ലാം പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് തന്നെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. ബൈ.